പതിവ് പോലെ തന്നെ വളരെ സന്തോഷത്തോടെയായിരുന്നു കഴിഞ്ഞ ദിവസം സിംഗ്രൗളിയിലെ ജനങ്ങൾ ഉണർന്നത്. എന്നാൽ ഏവരെയും ഞെട്ടിക്കുന്ന ആ വാർത്ത നാടാകെ പടർന്നത് കാട്ടുതീ പോലെയായിരുന്നു. ജില്ലയിൽ ഒരു വീട്ടുമുറ്റത്ത് 2 മൃതദേഹങ്ങൾ കിടക്കുന്നു. മൃതദേഹത്തിന് ചുറ്റുമായി മതപരമായ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി വസ്തുക്കളുമുണ്ട്. വാർത്ത അറിഞ്ഞ ഉടൻ തന്നെ പോലീസുകാർ സ്ഥലത്തെത്തി. പോലീസിന്റെ അന്വേഷണത്തിൽ മരണപ്പെട്ടവർ ആരെന്ന് ഉടൻ തന്നെ കണ്ടെത്തി. 65-കാരനായ കേവൽ സിംഗ്, 50 വയസ്സുകാരി ഫുൽമതി സിംഗ് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. പ്രതിയാകട്ടെ 21-കാരനായ ഛത്രപതി സിംഗ്. പിന്നീടുള്ള പോലീസിന്റെ അന്വേഷണം എത്തി നിന്നത് ഞെട്ടിക്കുന്ന ചില വിവരങ്ങളിലേക്കാണ്. പ്രതിയായ ഛത്രപതിയുടെ ഭാര്യയ്ക്ക് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഗർഭിണിയായിരുന്നു. എന്നാൽ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ആ ഗർഭം അലസിപ്പോയി. ഇതിന് പരിഹാരമായി ഛത്രപതി കണ്ടെത്തിയ മാർഗമായിരുന്നു 2 നിരപരാധികളെ ബലി കൊടുക്കുക എന്നത്. ബലിക്ക് വേണ്ട എല്ലാ ഒരുക്കങ്ങളും ചെയ്ത് ഛത്രപതി കേവൽ സിംഗിനെയും ഫുൽമതി സിംഗിനെയും പുലർച്ചെ 4 മണിയോടെ ഛത്രപതി തന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. ഛത്രപതിയുടെ വീടിന് പുറത്തുള്ള മുറ്റത്തെ ഒരു പ്ലാറ്റ്ഫോമിന് സമീപം പൂജയ്ക്കായുള്ള സാമഗ്രികളും മന്ത്രവാദത്തിന് സമാനമായ അന്തരീക്ഷവും കണ്ടതോടെ അവിടുത്തെ സാഹചര്യമൊന്നും അത്ര പന്തിയല്ലെന്ന് കണ്ട അവർ ഇരുവരും ഒരുപക്ഷെ രക്ഷപ്പെടാൻ ശ്രമിച്ചിരിക്കാം, അതുമല്ലെങ്കിൽ പ്രതികരിച്ചിരിക്കാം. ഛത്രപതി അവരെ മൂർച്ചയുള്ള ഒരു ആയുധം ഉപയോഗിച്ച് ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തി. ഇവരെ ഇങ്ങനെ ആക്രമിക്കുന്നത് കണ്ട് രക്ഷിക്കാൻ ശ്രമിച്ച 2 നാട്ടുകാർക്കും സാരമായ പരുക്കുകൾ പറ്റിയിട്ടുണ്ട്. കൊലപാതകം മുൻകൂട്ടി തയ്യാറാക്കിയതുപോലെയാണ് നടന്നിരിക്കുന്നതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. जो ग्राम लोहरा है, चौकी कुंदवार, थाना जियावन, इसके अंतर्गत आज सवेरे सवेरे सूचना प्राप्त हुई थी कि 2 व्यक्तियों की हत्या हुई है, जिसमें एक है फूलमती सिंह पति गोरेलाल सिंह और जो दूसरा व्यक्ति है वो है केमला सिंह पिता बलदेव सिंह गौड़। इन दोनों की एक जो आरोपी है छत्रपति सिंह गौड़, इसके द्वारा धारदार हथियार से हमला कर हत्या की गई। इस सूचना पे तत्काल जो एसडीओपी और थाना प्रभारी और पुलिस का चौकी का बल पहुंचा और जो आरोपी है वो अपने निवास में छुपा हुआ था और उसको फिर घेराबंदी करके आरोपी को पकड़ा गया है। यह बात प्रकाश में आई है कि जादू टोना की बात पर से आरोपी द्वारा इस प्रकार ये 2 व्यक्तियों की हत्या की गई है। इसमें पास में ही निवासी फूल कुमारी गौड़ घायल भी है और एक अन्य घायल माइनर घायल है। ये घायल गंभीर नहीं है और आरोपी को अभिरक्षा में ले लिया गया है। पुलिस द्वारा विवेचना की जा रही है। जो जानकारी मैंने आपको दी है प्राथमिक जानकारी है। अब इसमें प्रकरण कायम करके विधिवत अग्रिम कार्रवाई की जाएगी। കൊലപാതകത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതിയെ ജില്ലാ ആസ്ഥാനത്ത് നിന്ന് 60 കിലോമീറ്റർ അകലെ ജിയവാൻ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ലോഹറ ഗ്രാമത്തിലെ ബെരിഹ്വ തോലയിൽ വെച്ചാണ് പോലീസ് പിടികൂടുന്നത്. അന്ധവിശ്വാസവും മന്ത്രവാദവും കുറ്റകൃത്യത്തിന് പ്രേരിപ്പിച്ചതാകാമെന്ന സംശയം തന്നെയാണ് പോലീസും ഉയർത്തിക്കാട്ടുന്നത്. പ്രതിയെ ചോദ്യം ചെയ്തതിനു ശേഷമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.